നമസ്കാരം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ഹൈക്കോടതി നോട്ടീസ് അയച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതുകൂടാതെ SFIO അന്വേഷണവും സജീവമായി നടക്കുന്നുണ്ടെന്നാണ് ലഭ്യമായ വിവരം. വീണയുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 13ഓളം സ്ഥാപനങ്ങൾക്ക് SFIO നോട്ടീസ് നൽകിയിരുന്ന വിവരം നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ്. ഇപ്പോഴിതാ കണ്ണൂരിലെ ഒരു സ്കൂളും എക്സോലോജിക്കുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അന്വേഷണം നേരിടുകയാണ്. അടുത്തിടെ അനധികൃത പിരിവിന്റെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞ കടമ്പൂർ സ്കൂളിലെ മാനേജർക്കാണ് എക്സോലോജിക് കമ്പനിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജർ P മുരളീധരൻ എക്സോലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ SFIO അന്വേഷിക്കുകയാണ്. ഇടപാടുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട മാനേജർക്ക് SFIO നോട്ടീസ് നൽകി. ലക്ഷങ്ങളുടെ ഇടപാടാണ് എക്സോലോജിക് സൊല്യൂഷൻസുമായി കടമ്പൂർ സ്കൂൾ മാനേജർ നടത്തിയിരിക്കുന്നത്. എക്സോലോജിക് എന്ത് സഹായമാണ് നൽകിയതെന്നാണ് SFIOയ്ക്ക് അറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ സ്ഥാപനത്തിന് വഴിവിട്ട എന്തെങ്കിലും സഹായം മുഖ്യമന്ത്രിയിൽ നിന്നോ മറ്റോ ലഭിച്ചോ എന്നതിലാണ് അന്വേഷണം. എക്സോലോജിക് സൊല്യൂഷൻസുമായി നടത്തിയ ഇടപാടിന്റെ സ്വഭാവം, ധാരണാപത്രത്തിന്റെ പകർപ്പ്, വർക്ക് ഓർഡർ, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ ആവശ്യപ്പെട്ട് മാനേജർ P മുരളീധരന് SFIO കത്ത് നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വരികയും ചെയ്തതാണ്. അടുത്തിടെ സ്കൂൾ മാനേജർക്കെതിരെയും സ്കൂളിലെ പലവിധ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചും വ്യാപക പരാതി ഉയർന്നിട്ടും സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മൗനം തുടരുന്നത് ഈ എക്സോലോജിക് ബന്ധത്തിന്റെ പുറത്താണെന്ന ആക്ഷേപങ്ങളും സജീവമാണ്. മാനേജർ മുരളീധരന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി സ്കൂളിൽ ക്രമക്കേടുകൾ നടത്തുന്നു എന്നാണ് ആരോപണം. ഡിജിറ്റൽ ബോർഡിന്റെ പേരിൽ പിരിച്ച കോടികൾ, സർക്കാർ അച്ചടിച്ചു നൽകുന്ന ചോദ്യപേപ്പറിന്റെ പേരിൽ നടത്തിയ ലക്ഷങ്ങളുടെ പിരിവ്, വൈദ്യുതിക്കും കുടിവെള്ളത്തിനും പിരിച്ചെടുത്ത ഭീമമായ തുക, യൂണിഫോം വിതരണത്തിലെ വ്യാജ GST ബില്ല് ഉപയോഗിച്ചുള്ള ക്രമക്കേട് നടത്തി എന്നിങ്ങനെയൊക്കെയാണ് ആക്ഷേപങ്ങൾ. അനധികൃത പണപ്പിരിവ് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി തവണ ഉന്നത അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയെടുക്കാത്തത് മകളുടെ കമ്പനിയുടെ ക്ലയന്റ് ആയതുകൊണ്ടാണെന്ന വിമർശനമാണ് ഇതോടെ സജീവമാകുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സോലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നോട്ടീസ് നൽകിയിരുന്നു. ഇടപാടുകളുടെ രേഖകളെല്ലാം ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് നൽകിയത്. എക്സോലോജിക് സൊല്യൂഷൻസും KSIDCയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന കോടതികൾ നിലപാടെടുത്തതോടെയാണ് SFIO തുടർ നടപടികളിലേക്ക് കടന്നത്. കേരളത്തിൽ മാത്രം 12 സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി എക്സോലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ SFIO പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത്. എക്സോലോജിക്കുമായി എന്തുതരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം. ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സോലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ്, വർക്ക് ഓർഡർ, ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് 217/2 പ്രകാരമാണ് SFIO ചെന്നൈ ഓഫീസിലെ K പ്രഭു നോട്ടീസ് അയച്ചത്. 2016-17 മുതലാണ് എക്സോലോജിക്കിന് കർത്തയുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത്. IT അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് CMRLന്റെയും എക്സോലോജിക്കിന്റെയും വാദം. ഈ കാലഘട്ടത്തിൽ 10ലധികം സ്ഥാപനങ്ങൾ എക്സോലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൗണ്ട് പരിശോധിച്ച് SFIO കണ്ടെത്തിയത്. മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു. അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയില്ല. ഈ വിവരങ്ങളും SFIOയ്ക്ക് കൈമാറിയിട്ടുണ്ട്. നന്ദി.